എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് റെയില് അവൻ എന്തോ ഒരു ഉപദേശം ഇപ്പൊ ലൂഫിക്ക് കൊടുത്തു കഴിഞ്ഞു. ആ ഉപദേശം കേട്ട് ലൂഫി മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവും. ഉടനെ ജിംബൈ ചോദിക്കും, ലൂഫിക്ക് ഓൾറെഡി ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അവന്റെ ബോഡി അതിപ്പോഴും നല്ല വീക്കാണ്, അവനെ കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇതൊന്നും ചെയ്യാനാവില്ല. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അത് കേട്ട് പല്ല് കടിക്കും. ലൂഫി ചോദിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നാണോ പറയണേ? അവരുടെ ലക്ഷ്യം, ആഗ്രഹങ്ങള്, അങ്ങനെ എല്ലാം ഇതിലൂടെ പോവാണെയോ? ലൂഫി ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എന്റെ ക്രൂമേറ്റ്സിനെ കാണണം. അതിന് റെയിലി പറയും, അങ്ങനെയാണെങ്കിൽ എന്റെ സെക്കൻഡ് സജഷൻ അതെങ്കിലും നീ തെരഞ്ഞെടുക്കണം എന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ നാമി പെട്ടുകിടക്കുന്ന ആ ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ രണ്ട് വയസ്സായ അപ്പാപ്പന്മാര്. അതിലൊരു അപ്പാപ്പൻ പറയും, നിന്റെ പെറ്റായിട്ടുള്ള ആ നാമി പെണ്ണ് അവള് അവളുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ബബിളിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അധിക ദൂരം അവൾക്ക് പോകാനായില്ല. ബബിള് തകർന്ന് അവൾ എവിടെയാണോ വന്ന് വീണത് അവിടെ തന്നെ വീണ്ടും വന്ന് വീണിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ നാമയെ കാണും. അവൾക്ക് ചുറ്റും ഒരുപാട് അപ്പാപ്പന്മാര് കണ്ണൊക്കെ തള്ളി നോക്കി നിൽക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് നാമിയെ ഇപ്പൊ വലിയൊരു ബബിളിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അവർക്കാണെങ്കിൽ നാമിയോട് ഭയങ്കര ദേഷ്യം. ഇവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ഇത് ചെയ്യും. ഒരു കാരണവശാലും ഇവളെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് ലൈറ്റ്നിങ് ഉപയോഗിച്ചോ ഫ്ലഡ് ഉപയോഗിച്ചോ ഇവളെ അറ്റാക്ക് ചെയ്യണം. അപ്പൊ വേറൊരു അപ്പാപ്പൻ പറയും, അതൊക്കെ നോർമൽ കള്ളന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷയല്ലേ, ഇവൾക്ക് അതൊന്നും മതിയാവും തോന്നുന്നില്ല, അതിലും മേലെ എന്തെങ്കിലും ഇവൾക്ക് കൊടുക്കണം. ഇവിടെ നാമിയാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, എന്നെ തുറന്നുവിട്, ഞാൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരികെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ദാസ് അപ്പാപ്പൻ ആള് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നാമിയുടെ അടുത്തേക്ക് വരും. എന്തുപറ്റി, നീ വീണ്ടും ട്രാപ്പിൽ ചെന്ന് പെട്ടോ, നിനക്ക് പുറത്തു പോകണോ? പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിക്കാനും കളിയാക്കാനൊക്കെ തുടങ്ങും. അതിൽ കലി കയറിയ നമ്മുടെ പെണ്ണ് നാമി അവള് കാലുമടക്കി അപ്പാപ്പനെ ചവിട്ടി തെറിപ്പിക്കും. അത് കണ്ട് ബാക്കിയുള്ള അപ്പാപ്പന്മാര് ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ബാക്കിയുള്ള അപ്പാപ്പന്മാരാണെങ്കിൽ ഇപ്പൊ നിലവിളിച്ചു പറയും, ഓടിവായോ, ഈ പെണ്ണിന് പ്രാന്താണ്, അവള് നമ്മുടെ ദാസ് ഫ്രണ്ടിനെ അടിച്ചു തെറിപ്പിച്ചു എന്ന് പറഞ്ഞ് ആളുടെ അടുത്തേക്ക് ഓടി വരും. ഇവിടെ നാമി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ ബബിൾ ലാഞ്ഞടിച്ച് തുറന്നുവിടാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്പസമയം കഴിയുമ്പോ ദാസ് അപ്പൂപ്പൻ ആള് വീണ്ടും സമാധാനമായിട്ട് അവളുടെ അടുത്തേക്ക് വരും. നാമി, നീ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൽ എനിക്കൊന്നും കുറ്റം പറയാനില്ല, പക്ഷേ ഇവിടുന്ന് പോകുന്ന സമയത്ത് നീ ഒരുപാട് ട്രഷർ, റിസർച്ച് നോട്ട്സ് ഒക്കെ നീ എന്തിനാണ് അടിച്ചു മാറ്റിയത്? അതിന് നാമി സിമ്പിൾ ആയിട്ട് പറയും, ഞാനൊരു കള്ളിയാണ്, മാത്രമല്ല ഇപ്പൊ ഞാനൊരു പൈററ്റ് കൂടെയാണ്, സോ ഇങ്ങനെയുള്ള ഞാൻ അടിച്ചു മാറ്റാതിരിക്കോ, അതെന്റെ ഹാബിറ്റ് ആണെന്ന് സിമ്പിൾ ആയിട്ട് പറയും. നാമി ആണെങ്കിൽ ഇപ്പൊ ആളുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ പോവാൻ അനുവദിക്കണം, ഞാൻ എടുത്ത ഒരു സാധനങ്ങൾ പോലും എനിക്ക് നിങ്ങൾ തിരികെ തരേണ്ട ആവശ്യമില്ല, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. ദാസനാണെങ്കിൽ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും കണക്ട് ആവില്ല. എന്തുകൊണ്ടായിരിക്കാം നാമി പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ആ ബബിളിനെ കുറിച്ച് ഒന്നും അറിയാത്ത നീ എങ്ങനെ ആ ബബിള് അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു? നിനക്കത് കൺട്രോൾ ചെയ്യാൻ അറിയോ? അതിന്റെ ബേസിക്സ് എങ്കിലും നിനക്കറിയോന്നൊക്കെ അപ്പാപ്പൻ അവളോട് ചോദിക്കും. നീ ഇപ്പൊ ചെയ്ത മണ്ടത്തരത്തിന് ഒരുപക്ഷെ നിനക്ക് നിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ. സയൻസ് ഓഫ് വെതറിനെ കുറിച്ച് പഠിക്കണം നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? പിന്നെന്താ പെട്ടെന്ന് നിനക്കൊരു മനംമാറ്റം ഉണ്ടായി ഇവിടുന്ന് പോവാൻ ശ്രമിക്കുന്നേ? അതിന് നാമി അവളാണെങ്കിൽ ഇപ്പൊ ആ ന്യൂസ് പേപ്പർ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ന്യൂസ് പേപ്പർ ഒന്ന് വായിച്ചു നോക്ക്, അതിൽ ലൂഫി എന്നൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്, അവനാണ് ഞങ്ങളുടെ ക്യാപ്റ്റനും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും. ഉടനെ അവരെല്ലാവരും ചേർന്ന് ആ ന്യൂസ് പേപ്പർ എടുത്ത് ന്യൂസ് വായിക്കാൻ തുടങ്ങും. ആക്ച്വലി ഇവർക്ക് അവിടെയുള്ള ഐലാൻഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അവര് വെതറിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ് ഇത്രയും കാലമായിട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരേ ഒരു കാര്യം. ആമി പറയും, ഞങ്ങളുടെ ടീം അതെല്ലാം തന്നെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ആക്ച്വലി അവന്റെ ബ്രദർ അവനെ നേവിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ലൂഫി അവരുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ ലൂഫിക്ക് അവന്റെ ബ്രദറിനെ രക്ഷപ്പെടുത്താനായില്ല. അവന്റെ ബ്രദർ എയ്സ് ആള് മരിച്ചുപോയി. ലൂഫിയുടെ മനസ്സ് അതിപ്പോ തകർന്നിട്ടുണ്ടാവും. ഈ സമയത്തല്ലേ ഞങ്ങൾ അവന്റെ കൂടെ വേണ്ടത്, എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയാണ്. അത് കണ്ട അപ്പൂപ്പന്മാര് അവർക്ക് ഒത്തിരി വിഷമാവും. ദാസ് ഉടനെ അവളെ ലോക്ക് ചെയ്തിരുന്ന ആ ലോക്ക് ഓപ്പൺ ചെയ്യും. അടുത്ത സെക്കൻഡ് മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്ന് ദാസിന്റെ കഴുത്തിൽ പിടിച്ചു വലിച്ച് ബാക്കിയുള്ള അപ്പാപ്പന്മാർക്ക് ടാറ്റൊക്കെ കൊടുത്ത് മുൻപോട്ട് പോവാണ്. ദാസിന് മാത്രമേ ആ ഒരു ബബിള് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയൂ. സോ ഇത്തവണ അവളുടെ സഹായത്തിന് വേണ്ടി അവൾ ദാസിനെ കൂടെ കൂട്ടും. അതുമാത്രമല്ല, അവൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബുക്സ് അതും അടിച്ചു മാറ്റിയിട്ടായിരിക്കും അവൾ ഓടുക. അങ്ങനെ അപ്പാപ്പനും നമ്മുടെ പെണ്ണും അവർ രണ്ടുപേരും ഇപ്പൊ കടലിനെ ലക്ഷ്യാക്കിയിട്ട് ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഫ്രാങ്കി കാണിക്കും. ആളാണെങ്കിൽ
ഫുൾ പവറിൽ ആ വീടിന് ചുറ്റും ഓടുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം, ലൂഫിയെ കാണണം, എനിക്കൊരു കപ്പൽ വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഫ്രാങ്കിയുടെ സ്വഭാവവും അവന്റെ നിലവിളിയൊക്കെ കണ്ട് ഇപ്പൊ കുഞ്ഞു പയ്യന് അവനാണെങ്കിൽ പേടിയാവും. അവൻ ഓടി വന്ന് ഗ്രാൻഡ്പയോട് പറയും, ഗ്രാൻഡ്പ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ആ ഫ്രാങ്കിക്ക് അവന് തീരെ സുഖമില്ല. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഗ്രാൻഡ്പ ക്യാഷ്വലായിട്ട് പറയും, നീ എന്തെങ്കിലും അവന്റെ വയറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് ചേഞ്ച് ചെയ്ത് അവനെ നോർമൽ ആക്കാമെന്ന് പറയും. അപ്പാപ്പനത് പറയുമ്പോഴേക്കും നമ്മുടെ ഫ്രാങ്കി അവൻ ചുമരൊക്കെ തകർത്ത് അവിടേക്ക് ചാടി വീഴുകയാണ്. കമോൺ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കപ്പൽ വേണം, എനിക്ക് എന്റെ ടീംമേറ്റ്സിനെ ഉടനെ കാണണം. അതിന് അപ്പാപ്പൻ പറയും, ഐ എം സോറി, ഞാൻ ഹെൽപ്ലെസ് ആണ്, ഈ ഒരു ഐലാൻഡില് കപ്പലില്ല. അത് കേട്ട് ഫ്രാങ്കി അവനങ്ങനെ ഫ്രീസായി നിൽക്കും. നേവിയുടെ ഒരു കപ്പൽ മാത്രമാണ് ഇവിടേക്ക് വരാറ്, അതിലാണ് ആളുകളെ യാത്ര ചെയ്യുന്നത്. ഫ്രാങ്കി ചോദിക്കും, നേവി കപ്പല് അതിന് എപ്പോഴാ വരിക? അപ്പാപ്പനുടനെ കാര്യമായിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്തിട്ട് പറയും, ഒരാഴ്ച മുൻപാണ് ആ കപ്പൽ വന്നു പോയത്, ഇനി മൂന്നാഴ്ചക്ക് ശേഷമേ അത് വീണ്ടും എത്തൂ. അതുമാത്രമല്ല, ഈ ഒരു കൺട്രി ഇവിടെ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഐസ് ബ്രേക്കറിന്റെ സഹായം നിനക്ക് ആവശ്യമാണ്. തിക്കായിട്ടുള്ള ഐസാണ് ഇവിടെ മുഴുവൻ ഉള്ളത്, അത് ബ്രേക്ക് ചെയ്ത് വേണം മുൻപോട്ടേക്ക് പോവാൻ. നീ ഇപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ പറയും. ഫ്രാങ്കി ആണെങ്കിൽ ഒരു സിപ്പ് എടുത്ത് വീണ്ടും ഡബിൾ കലിപ്പില് ആ ഒരു ടേബിൾ തന്നെ തല്ലി പൊട്ടിക്കും. അവന്റെ ആക്ഷനും നിലവിളിയൊക്കെ കേട്ട് അപ്പാപ്പനും കൊച്ചുമോനും അവർ രണ്ടുപേരും പേടിച്ച് വിറയ്ക്കാണ്. നിനക്ക് എന്താ പറ്റിയേ, എന്താ ഉണ്ടായേ? അതിന് ഫ്രാങ്കി ആണെങ്കിൽ അവരുടെ പഴയ കാര്യങ്ങള് അതൊന്നൊന്നായി അപ്പാപ്പന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ന്യൂസ് പേപ്പറിൽ വായിച്ച എയ്സിന്റെ മരണം ഉൾപ്പെടെ. അപ്പാപ്പനാണെങ്കിൽ അതെല്ലാം കേൾക്കും. എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഹെൽപ്ലെസ് ആണ്. പക്ഷെ ഫ്രാങ്കിയുടെ വിഷമമൊക്കെ കാണുമ്പോൾ ആളിപ്പോ കാര്യമായിട്ട് ചിന്തിക്കും. അപ്പോഴായിരിക്കും വേഗ് ഓഫ് പങ്കിനെ ഓർമ്മ വരിക. അപ്പാപ്പൻ പറയും, ആ വേഗ് ഓഫ് പങ്കിന്റെ അടുത്ത് ഒരു ഐസ് ബ്രേക്കർ ഉണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ആളത് കണ്ടുപിടിച്ചത്, പക്ഷെ അവിടേക്ക് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്, സോ ഞങ്ങളെ കൊണ്ട് അവിടേക്ക് വരാനാവില്ല. ഫ്രാങ്കിക്കാണെങ്കിൽ ഇപ്പൊ വലിയൊരു ഹോപ്പ് കിട്ടിയിരിക്കുകയാണ്. ഫ്രാങ്കി അത് കേൾക്കേണ്ട താമസം അവിടുന്ന് ഉഷാറായിട്ട് ഓടി വേഗ് ഓഫ് പങ്കിന്റെ ആ ഒരു വലിയ ഹൈഡൌട്ടിലേക്ക് വരും. അവൻ ആ ഡോർ തകർത്ത് അകത്ത് കയറുമ്പോൾ തന്നെ ലാബിലുള്ള അലാംസ് അത് വലിയ ശബ്ദത്തിൽ മുഴങ്ങും. ഇവിടെ മാത്രമല്ല, നേവി കൺട്രോൾ റൂമിലുള്ള അലാമും അടിക്കാനായിട്ട് തുടങ്ങും. ഉടനെ നേവിക്കാർക്ക് പിടികിട്ടും അവിടേക്ക് ആരോ കയറിയിട്ടുണ്ടെന്ന്. ഉടനെ സോൾജേഴ്സ് ഇപ്പൊ അവിടേക്ക് വന്ന് നമ്മുടെ ഫ്രാങ്കി അറ്റാക്ക് ചെയ്യാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഓരോ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് ഓടും. അപ്പൊ ഗ്രാൻഡ്പ വേഗ് ഓഫ് പങ്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർത്തെടുക്കും. വേഗ് ഓഫ് പങ്ക് ആൾ ചില്ലറക്കാരനല്ല, വളരെ ബുദ്ധിമാനായ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ പോലും ഒരു വേൾഡ് ക്ലാസ് ട്രഷറാണ്. ചെറുപ്പം മുതലേ അദ്ദേഹം വളർന്നതും ജീവിച്ചതും ഇവിടെയാണ്. നേവിക്ക് വേണ്ടിയാണ് കൂടുതൽ കാര്യങ്ങളും അദ്ദേഹം ചെയ്തത്. ആ അപ്പാപ്പനാണെങ്കിൽ ദൂരത്തായിട്ടൊരു മല കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഈ ഒരു മല ഇങ്ങനെ ഡിസൈൻ ചെയ്തത് വേഗ് ഓഫ് പങ്കാണ്. ഇവിടെയുള്ള മനുഷ്യർക്ക് ഒരു ഡിസീസും വരാതിരിക്കാനാണ് ഇത്തരത്തില് ആ മല ഡിസൈൻ ചെയ്തത്. അത് ആക്ച്വലി എർത്ത് ഹീറ്റിംഗ് സിസ്റ്റം ആണ്. അതുപയോഗിച്ച് ഇവിടെ ഒരു അല്പം ചൂടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആളുടെ ബുദ്ധി അത് ശരിക്കും റോക്കറ്റ് ആണ്. ഒരുപാട് പ്ലാൻസ് ഇതുപോലെ അദ്ദേഹത്തിന്റെ ബ്രെയിനിലുണ്ട്. പക്ഷെ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമാണ്. അതില്ലാത്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരുപാട് പ്ലാൻസ് ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആക്ച്വലി നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു ഹൈഡൌട്ടിലുള്ള ലാബ് അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ഇത്രയും നാളും നേവിയും ജനങ്ങളും എല്ലാവരും ചേർന്ന് പ്രൊട്ടക്ട് ചെയ്ത് പോരുന്നത്. അദ്ദേഹം ഉറപ്പായാലും ഒരു ദിവസം തിരികെ വരുന്നു പറയും. ഹാങ്കിക്കാണെങ്കിൽ ആളുടെ സ്റ്റോറിയൊക്കെ കേട്ട് കുറച്ച് കരച്ചിലും വരും. നീ ഒരു കാരണവശാലും ആ ലാബിലേക്ക് പോയി സെൽഫ് ഡിസ്ട്രക്ഷൻ ബട്ടൺ അത് അമർത്താൻ പാടില്ല എന്ന് പറയും. അതിന് ഫ്രാങ്കി ഓക്കെ പറഞ്ഞ് ആ ലാബിലേക്ക് പോവും. ഇപ്പൊ നമ്മുടെ ഫ്രാങ്കി ആണെങ്കിൽ ആ നേവിക്കാരുടെ ഇടയിൽ പെട്ടുകിടക്കാണ്. അവൻ ആ ഐസ് ബ്രേക്കർ അത് ആ ലാബ് മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പുറത്താണെങ്കിൽ ഒരുപാട് ജനങ്ങൾ ആ ലാബിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ വേഗ് ഓഫ് പങ്ക് ആള് വരച്ചു വെച്ച ചില ബ്ലൂ പ്രിന്റ്സ് ഒക്കെ കണ്ട് ഷോക്കാവും. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത്തരത്തില് യൂണീക്ക് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആകാംക്ഷയോട് കൂടെ നമ്മുടെ ചെക്കൻ അത് മുഴുവൻ നോക്കും. അപ്പൊ ദൂരത്തായിട്ട് പൈററ്റ് സിംബലില് ഒരു വലിയ ബട്ടൺ കാണിക്കും. ഫ്രാങ്കി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിൽ അമർത്തും. അടുത്ത സെക്കൻഡ് ആ ലാബ് മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കുകയാണ്. ക്ലിക്ക് ക്ലിക്ക്. അപ്പാപ്പൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് തന്നെ ഇപ്പൊ നമ്മുടെ ആൾ ചെയ്തിരിക്കുകയാണ്. ആ ലാബ് അങ്ങനെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് പൊട്ടിത്തെറിച്ച് കത്തി അമരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.